വെൽക്കം ടു KIS മെന്റർ. നമുക്കറിയാം PSC യുടെ പരീക്ഷാ രീതികളൊക്കെ മാറുകയാണ് എന്നുള്ളത്. ഫാക്ച്വലായി ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്ന രീതിയിൽ നിന്നും കൂടുതലായിട്ട് അനലിറ്റിക്കൽ രീതിയിലേക്ക് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുന്നൊരു രീതി ഇപ്പോൾ PSC യിൽ കണ്ടുവരുന്നുണ്ട്. സോ ഈ മാറുന്ന പരീക്ഷാ രീതിക്ക് അനുസൃതമായി വിദ്യാർത്ഥികളെ സഹായിക്കുവാൻ വേണ്ടി ഫാക്ച്വലായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒപ്പം തന്നെ അനലിറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ക്ലബ് ചെയ്തുകൊണ്ട് ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് KIS മെന്റർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചില മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ പ്രസന്റ് ചെയ്യുന്നത്. സോ വെൽക്കം ഓൾ ടു ദിസ് സെഷൻ. സോ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഡൽഹി സുൽത്താനേറ്റ് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. സോ കറക്റ്റ് ഓർഡർ ഓഫ് റെയിൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. സോ ഡൽഹി സുൽത്താനേറ്റിലെ ഡൈനാസ്റ്റീസിന്റെ ശരിയായ ക്രോണോളജിക്കൽ ഓർഡർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, so the right answer is C. Mamluk, Khilji, Tughlaq and Sayyid. നമുക്കറിയാം 1206 ഡൽഹി സുൽത്താനേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഡൽഹി സുൽത്താനേറ്റിലെ ഫസ്റ്റ് ഡൈനാസ്റ്റി മാംലൂക്ക് ഡൈനാസ്റ്റി ആയിരുന്നു, അഥവാ അടിമവംശം. ഖുത്ബുദ്ദീൻ ഐബക്ക് ആണ് അടിമവംശത്തിന് അടിത്തറ പാകിയത്. പിന്നീട് മാംലൂക്ക് ഡൈനാസ്റ്റിയുടെ സ്ഥാനത്ത് ജലാലുദ്ദീൻ ഖിൽജി എസ്റ്റാബ്ലിഷ് ചെയ്ത ഖിൽജി ഡൈനാസ്റ്റിയാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണം നടത്തിയത്. ഓക്കെ, ഖിൽജി ഡൈനാസ്റ്റിയുടെ വീഴ്ചയെ തുടർന്ന് പിന്നീട് നമ്മൾ ആ സ്ഥാനത്ത് ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ഇനിഷ്യേറ്റ് ചെയ്ത തുഗ്ലക്ക് ഡൈനാസ്റ്റിയുടെ ഭരണം കാണുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് തിമുർ ഇന്ത്യ ആക്രമിക്കുന്നത്. തിമുറിന്റെ ആക്രമണത്തിന് ശേഷം കിസിർ ഖാൻ സയ്യിദ് ഡൽഹിയുടെ ഭരണം പിടിച്ചെടുക്കുകയും സയ്യിദ് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സയ്യിദ് ഡൈനാസ്റ്റിയുടെ പതനത്തിന് ശേഷം ലോധി ഡൈനാസ്റ്റി ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണം പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ മാംലൂക്കും ഖിൽജിയും തുഗ്ലക്കും സയ്യിദും ലോധിയും ചേർന്ന 5 ഡൈനാസ്റ്റീസിനെയാണ് നമ്മൾ കളക്റ്റീവായിട്ട് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സോ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് മുസ്ലിം റൂളർ ഓഫ് ഡൽഹി. ഡൽഹിയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി ആരാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: എ ബാബർ, ബി മഹമ്മൂദ് ഗസ്നി, സി ഖുത്ബുദ്ദീൻ ഐബക്ക് ആൻഡ് ഡി ഘോറി. ഓക്കെ, ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് സി ഖുത്ബുദ്ദീൻ. സോ നമുക്കറിയാം ഇന്ത്യയിൽ മധ്യകാലഘട്ടങ്ങളിൽ നോർത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന രജപുത്ര രാജാക്കന്മാരുണ്ടായിരുന്നു. സോ ഈ ഒരു ടൈമിലാണ് ഗസ്നിയുടെയും ഘോറിയുടെയും ഒക്കെ ആക്രമണം ഇന്ത്യയിലേക്ക് സംഭവിക്കുന്നത്. ഘോറി 1ഉം 2ഉം തെരൻ യുദ്ധങ്ങളിൽ പൃഥ്വിരാജ് ചൗഹാനുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. 1192 നടന്ന 2ാം തെരൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തുകയും ഘോറി ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും കീഴടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ ഭരണം നടത്തുവാൻ വേണ്ടി ഖുത്ബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിച്ചിട്ട് ഘോറി തിരികെ പോവുകയാണ്. തിരികെ പോയ ഘോറി 1206 മരണപ്പെടുകയാണ്. സോ ഘോറി മരണപ്പെട്ടതിന് ശേഷം ഖുത്ബുദ്ദീൻ ഐബക്ക് തൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളിലൊക്കെ ഭരണം സ്വയം ഏറ്റെടുക്കുകയും അപ്രകാരം ഡൽഹി സുൽത്താനേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയുമാണ് ഉണ്ടായത്. ഓക്കെ, സോ ഡൽഹി ഭരിച്ച ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ആൻഡ് റൈറ്റ് ആൻസർ ഈസ് ഖുത്ബുദ്ദീൻ ഐബക്ക്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. So question, Qutub Minar was constructed in the memory of. So Qutub Minar നിർമ്മിച്ചിരിക്കുന്നത് ആരുടെ സ്മരണാർത്ഥമാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. And the options are A. Qutbuddin Aibak, B. Qutbuddin Mubarak, C. Qutbuddin Bakhtiar Kaki and D. Alauddin Khilji. Okay, so Qutub Minar നിർമ്മിച്ചിരിക്കുന്നത് ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കിയുടെ സ്മരണാർത്ഥമാണ്. സോ ആരായിരുന്നു ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കി? നമുക്കറിയാം AD 700-കളിൽ സിന്ധ് പ്രദേശം ഇസ്ലാമിക് കോൺഗ്രസ് നടക്കുകയും തുടർന്ന് അവിടെ ഇസ്ലാം വിശ്വാസം വളർന്നു വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലേക്ക് സൂഫിസത്തിന്റെ വരവ് കൂടി നമ്മൾ കാണുകയാണ്. സോ കുറച്ചുകൂടി ലിബറൽ ആയിരുന്ന ഒരു ഇസ്ലാം ബിലീഫാണ് നമ്മൾ സൂഫിസം എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. രാജസ്ഥാനിൽ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന സൂഫി സൈന്റ് ആയിരുന്നു മൊയിനുദ്ദീൻ ചിഷ്ടി. അദ്ദേഹത്തിന്റെ അനുയായികളെയാണ് നമ്മൾ ചിഷ്ടി ഓർഡർ എന്ന് പറയുന്നത്. സോ ചിഷ്ടി ഓർഡർ ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന സൂഫി സെയിന്റ് ആയിരുന്നു ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കി. ഓക്കെ, സോ ഡൽഹി സുൽത്താൻമാർ സൂഫിസത്തെ പാട്രോണൈസ് ചെയ്തിരുന്നു. മാംലൂക്ക് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത ഖുത്ബുദ്ദീൻ ഐബക്ക് ഇദ്ദേഹത്തിന്റെ ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കിയുടെ ഒരു അനുയായിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുത്ബുദ്ദീൻ ഐബക്ക് ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കിയുടെ സ്മരണാർത്ഥം കുത്തബ് മിനാർ നിർമ്മിക്കുകയാണ് ഉണ്ടായത്. സോ കുത്തബ് മിനാറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന കഥ, കുത്തബ് മിനാറിന്റെ 5 സ്റ്റോറീസിൽ 2 സ്റ്റോറിയെ മാത്രമേ ഖുത്ബുദ്ദീൻ ഐബക്കിന് പണി കഴിപ്പിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ബാക്കി സ്റ്റോറീസ് കംപ്ലീറ്റ് ചെയ്തത് ഖുത്ബുദ്ദീൻ ഐബക്കിന് ശേഷം പിന്നീട് ഭരണത്തിൽ വന്ന ഇൽത്തുമിഷിന്റെ കാലത്താണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സോ ക്വസ്റ്റ്യൻ,
ദ കോയിൻ പ്രിവലന്റ് ഡ്യൂറിംഗ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണകാലഘട്ടത്തിൽ പ്രിവലന്റ് ആയിരുന്ന കോയിൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് ആർ എ ദിനാർ, ബി ചക്ര, സി ടാങ്ക ആൻഡ് ഡി ദിർഹം. സോ ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണകാലഘട്ടത്തിൽ പ്രിവലന്റ് ആയിരുന്ന കോയിൻ ടാങ്ക ആയിരുന്നു. മാംലുക് ഡൈനാസ്റ്റിയിലെ ഇൽത്തുമിഷിന്റെ കാലത്ത് അദ്ദേഹം ഇറക്കിയ കോയിൻസ് ആയിരുന്നു സിൽവർ ടാങ്കയും കോപ്പർ ജിതലും. ഓക്കെ, സോ ഈ കോയിൻസ് ആയിരുന്നു പിന്നീട് ഡൽഹിയുടെ വിനിമയത്തിൽ അവർ ഉപയോഗിച്ചിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ടാങ്ക ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സോ ക്വസ്റ്റ്യൻ, ആഫ്റ്റർ കൺസോളിഡേറ്റിംഗ് ഹിസ് പവർ ബാൽബൻ അസ്യൂംഡ് ദ ടൈറ്റിൽ ഓഫ്. അധികാരം പിടിച്ചെടുത്തതിന് ശേഷം ബാൽബൻ സ്വീകരിച്ച സ്ഥാനപ്പേരാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ എ തുട്ട് ഇ ഹിന്ദ്, ബി കൈസർ ഇ ഹിന്ദ്, സി സിൽ ഇലാഹി ആൻഡ് ഡി ദിൻ ഇലാഹി. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് സി സിൽ ഇലാഹി. സോ ആരായിരുന്നു ഈ ബാൽബൻ? എന്തായിരുന്നു ഈ സിൽ ഇലാഹി? മാംലുക് ഡൈനാസ്റ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു ബാൽബൻ. മാംലുക് ഡൈനാസ്റ്റി ടർക്കാനെ ചഹൽഗാനെ അഥവാ ദാൽ ചാലീസ എന്ന നോബിൾസിൽ നിന്നും നിരന്തരം ഭീഷണി നേരിട്ടിരുന്നു. അങ്ങനെ ബാൽബൻ ഭരണത്തിൽ കയറിയതിനു ശേഷം ഈ ടർക്കാനായി ചഹൽഗാനിയെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ ഡൽഹി സുൽത്താന്റെ അധികാരം കുറച്ചും കൂടി കൺസോളിഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ചില പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവരികയാണ്. അതിന്റെ ഭാഗമായി ബാൽബൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത റിഫോം ആണ് സിൽ ഇലാഹി. സിൽ ഇലാഹി എന്ന കൺസെപ്റ്റിൽ സുൽത്താൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ സുൽത്താനെ കാണുമ്പോൾ നമസ്കരിക്കുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പാദത്തിൽ വീണ് ചുംബിക്കുകയും മറ്റും ചെയ്യണമായിരുന്നു. ഇതിനെ നമ്മൾ സിജിദ എന്നും പൈബോസ് എന്നും മറ്റും പറയുന്നത്. സോ ഇപ്രകാരമുള്ള ചില ആചാരങ്ങളിലൂടെ രാജാവിന്റെ സ്ഥാനം അഥവാ സുൽത്താന്റെ സ്ഥാനം കൺസോളിഡേറ്റ് ചെയ്യുകയായിരുന്നു ബാൽബൻ ചെയ്തിരുന്നത്. ഓക്കെ, സോ ബാൽബൻ അസ്യൂം ചെയ്ത ടൈറ്റിൽ ആയിരുന്നു സിൽ ഇലാഹി എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സോ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് അലാവുദ്ദീൻ ഖിൽജിസ് മാർക്കറ്റ് പോളിസി. അലാവുദ്ദീൻ ഖിൽജിയുടെ മാർക്കറ്റ് പോളിസിയെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് ആർ: he placed markets under the control of a high officer called Shahana for strictly controlling the shopkeepers and prices. Second statement: in order to ensure a regular supply of cheap food grains, he ordered the land revenue from Doab region to be paid directly to the state. Okay, so നമ്മൾ പറഞ്ഞു PSCയുടെ പരീക്ഷാ രീതി മാറുകയാണ്. കുറച്ചും കൂടി അനലിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നുണ്ടെന്നുള്ളത്. സോ അത്തരത്തിലുള്ളൊരു ചോദ്യമാണ് ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിലെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ഈ സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുള്ള ചില ചോദ്യങ്ങളിൽ ചിലപ്പോൾ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമ്മളോട് ചോദിക്കുക, അല്ലെങ്കിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്ന് കണ്ടെത്താനായിരിക്കും ചോദിക്കുക. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അലാവുദ്ദീൻ ഖിൽജിയുടെ മാർക്കറ്റ് പോളിസിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അലാവുദ്ദീൻ ഖിൽജിയുടെ ടൈമിൽ അദ്ദേഹം ഒരു സ്റ്റാൻഡിംഗ് ആർമി കൊണ്ടുവരികയും സോ സ്റ്റാൻഡിംഗ് ആർമിക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ചില പരിഷ്കാരങ്ങൾ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന്റെ മാർക്കറ്റ് കൺട്രോൾ. സോ ആ കാലത്ത് പറയപ്പെടുന്നത് ഡൽഹിയിലെ മാർക്കറ്റിൽ ധാരാളം തട്ടിപ്പുകൾ മറ്റും നടന്നിരുന്നു. സോ ആ തട്ടിപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടി സുൽത്താൻ ചില പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സോ അത്തരത്തിൽ മാർക്കറ്റിനെ ഷഹാന എന്നൊരു ഓഫീസറിന്റെ നിയന്ത്രണത്തിന് കീഴിൽ അദ്ദേഹം ആക്കുന്നുണ്ട്. അതിനെ നമ്മൾ ഷഹാന ഐ മന്തി എന്ന് വിളിച്ചിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ദോബ് റീജിയനിലെ റവന്യൂ അദ്ദേഹം നേരിട്ട് സ്റ്റേറ്റിന്റെ അണ്ടറിൽ കൊണ്ടുവരികയാണ് എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അലാവുദ്ദീൻ ഖിൽജിയുടെ ടൈമിൽ അദ്ദേഹം ഇക്ത സിസ്റ്റം അബോളിഷ് ചെയ്യുന്നുണ്ട്. സോ എന്തായിരുന്നു ഇക്ത സിസ്റ്റം? ഇക്ത സിസ്റ്റത്തിന്റെ കീഴിൽ ഇക്താദാർമാരായിരുന്നു ലാൻഡ് റവന്യൂ കളക്ട് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു പങ്ക് സുൽത്താന് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ, എന്നാൽ ഇക്തദാരി സിസ്റ്റത്തിൽ ചില ക്രമക്കേടുകൾ മനസ്സിലാക്കിയ അലാവുദ്ദീൻ ഖിൽജി ഇക്തദാരി സിസ്റ്റം അബോളിഷ് ചെയ്യുകയും പകരം റവന്യൂ നേരിട്ട് സ്റ്റേറ്റ് കളക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി കൊണ്ടുവരുന്നുണ്ട്. സോ ദോബ് റീജിയനിൽ നിന്നും റവന്യൂ നേരിട്ട് സ്റ്റേറ്റ് കളക്ട് ചെയ്തു എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ബോത്ത് 1 and 2. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സോ ക്വസ്റ്റ്യൻ, വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് വാസ് ഓർ വെയർ ദ മോട്ടീവ്സ് ബിഹൈൻഡ് മുഹമ്മദ് ബിൻ തുഗ്ലക്സ് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദൗലതാബാദ്? ഓക്കെ, സോ ഡൽഹിയിൽ നിന്നും ദൗലതാബാദിലേക്ക് തലസ്ഥാനം ഷിഫ്റ്റ് ചെയ്ത
മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ആ പരിഷ്കാരത്തെക്കുറിച്ചാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതും നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത പോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 3 സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പരിശോധിക്കാം. The shift to Daulatabad would give him a chance to establish control over Deccan and Gujarat. Second statement, it would provide access to western and southern ports. Third statement, it would protect him from direct Mongol invasion from northwestern frontier. Okay, so ഇതിൽ ശരിയായ ഉത്തരമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അഥവാ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഡൽഹിയിൽ നിന്നും ദൗലതാബാദിലേക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലത്ത് തലസ്ഥാനം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഡെക്കാനെയും ഗുജറാത്ത് റീജിയനെയും നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം തലസ്ഥാനം ഷിഫ്റ്റ് ചെയ്തെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. തീർച്ചയായിട്ടും ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാരണം ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആസ്ഥാനം ഇന്നീ പറഞ്ഞ ഡൽഹി റീജിയൻ ആയിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് സദേൺ പോർഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് മനസ്സിലാവുകയാണ്. തുടർന്ന് അദ്ദേഹം തലസ്ഥാനം മഹാരാഷ്ട്രയിലെ ദൗലതാബാദിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, ഈ ദൗലതാബാദ് എന്ന് പറയുന്ന പ്രദേശം മുൻപ് യാദവ ഡൈനാസ്റ്റിയുടെ തലസ്ഥാനമായിരുന്നു മനസ്സിലാക്കി വെച്ചിരിക്കുക. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കാം. ഇറ്റ് വുഡ് പ്രൊവൈഡ് ആക്സസ് ടു വെസ്റ്റേൺ ആൻഡ് സദേൺ പോർട്ട്സ്. തീർച്ചയായിട്ടും വെസ്റ്റേൺ പോർട്ടും സദേൺ പോർട്ടും ഒക്കെ തന്നെ ആക്സസ് കിട്ടുന്നുണ്ട് തലസ്ഥാനം ഷിഫ്റ്റ് ചെയ്താൽ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, it would protect him from direct Mongol invasion from northwestern frontier. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശം അശാന്തമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ മംഗോൾ ആക്രമണത്തിൻ്റെ ഒരു ഭീഷണി അവിടെ നിലനിന്നിരുന്നു. സോ ആ ഒരു പശ്ചാത്തലത്തിൽ മംഗോൾ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും എന്നൊരു ചിന്തയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും റൈറ്റ് ആണ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് 1, 2 and 3. ഫൈൻ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സോ ക്വസ്റ്റ്യൻ, സോ ഇത് അസേർഷനും റീസൺ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്തരത്തിലുള്ള ചില ക്വസ്റ്റ്യൻസും അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ ചോദിക്കാറുണ്ട്. ഒരു അസേർഷൻ ഉണ്ടാകും, ഒരു റീസൺ ഉണ്ടാകും. സോ ആ അസേർഷനും റീസണും തമ്മിലുള്ള ബന്ധമായിരിക്കും നമ്മളോട് ചോദിക്കുക തിരഞ്ഞെടുക്കാൻ വേണ്ടി. നമുക്ക് അസേർഷനിലേക്ക് വരാം. മുഹമ്മദ് ബിൻ തുഗ്ലക് ഇഷ്യൂഡ് എ ന്യൂ ഗോൾഡ് കോയിൻ വിച്ച് വാസ് കാൾഡ് ദിനാർ ബൈ ഇബ്നു ബത്തൂത്ത. മുഹമ്മദ് ബിൻ തുഗ്ലക് ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇബ്നു ബത്തൂത്ത ഇന്ത്യ സന്ദർശിക്കുന്നത്. ഇന്ത്യയിലെത്തിയ ഇബ്നു ബത്തൂത്തയെ മുഹമ്മദ് ബിൻ തുഗ്ലക് സ്വീകരിക്കുകയും അദ്ദേഹത്തെ ഡൽഹിയിലെ ചീഫ് ഖാസിയായിട്ട് മറ്റും അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഡിപ്ലോമാറ്റായിട്ട് നയതന്ത്ര പ്രതിനിധിയായിക്കൊണ്ട് ഇബ്നു ബത്തൂത്തയെ ചൈനയിലേക്ക് അദ്ദേഹം അയക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, സോ ഇബ്നു ബത്തൂത്തയുടെ മെമ്മറീസിൽ അദ്ദേഹം പറയുന്നുണ്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഗോൾഡിലുള്ള ദിനാറ് ഇഷ്യൂ ചെയ്തിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അസേർഷൻ റൈറ്റ് ആണ്. സോ ഗോൾഡ് ദിനാർ ഇഷ്യൂ ചെയ്തിരുന്നു എന്നുള്ള അസേർഷൻ റൈറ്റ് ആണ്. സോ അതിൻ്റെ റീസൺ ശരിയാണോ നമുക്ക് നോക്കാം. റീസൺ പറഞ്ഞിരിക്കുന്നത് ട്രേഡ് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം ടോക്കൺ കറൻസി ആയിട്ട് ഗോൾഡ് കോയിൻ ഇഷ്യൂ ചെയ്തിരുന്നതാണ്. ഓക്കെ, നമുക്കറിയാം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ടോക്കൺ കറൻസി ഇഷ്യൂ ചെയ്തിരുന്നു എന്നുള്ളത്. എന്നാൽ അദ്ദേഹം ഇഷ്യൂ ചെയ്ത ടോക്കൺ കറൻസി ഗോൾഡിലായിരുന്നില്ല, പകരം കോപ്പറിലും ബ്രാസിലുമായിരുന്നു. അതിൻ്റെ കാരണമായി പറയപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ ലോകമെമ്പാടും സിൽവറിനും മറ്റും ക്ഷാമം നേരിട്ടിരുന്നത് കൊണ്ട് നാണയങ്ങൾ സിൽവറിൽ ഇഷ്യൂ ചെയ്യുന്നതിന് പകരം കോപ്പറിലും ബ്രാസിലും ഇഷ്യൂ ചെയ്യാൻ സുൽത്താൻ ഓർഡർ ചെയ്തിരുന്നു എന്നാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തെന്നുള്ള സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. റൈറ്റ്, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സോ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റുകൾ നൽകിയിട്ടുണ്ട്. അതിലെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇൻ ദ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ദ ഇൻ ചാർജ് ഓഫ് റവന്യൂ കളക്ഷൻ വാസ് നോൺ ആസ് ആമിൽ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ദ ഇക്ത സിസ്റ്റം ഓഫ് സുൽത്താൻസ് ഓഫ് ഡൽഹി വാസ് ആൻ ഏൻഷ്യന്റ് ഇൻഡിജിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. Third statement, the office of Mir Bakshi came into existence during the reign of Khilji Sultans of Delhi. Okay, so നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ഡൽഹിയിൽ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ നടത്താൻ വേണ്ടി നിയോഗിച്ചിരുന്ന ഓഫീസർ ആയിരുന്നു ആമിൽ എന്നുള്ളത് ശരിയാണ്. ആമിലിന്റെ ചുമതലയായിരുന്നു റവന്യൂ കളക്ഷൻ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇക്ത സിസ്റ്റം ഒരു പ്രാചീന ഇൻഡിജിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇന്ത്യയിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു ഇക്താദാരി സിസ്റ്റം എന്നുള്ളത്. എന്നാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഓക്കെ, സോ
ഇന്ത്യയിലേക്ക് ഇസ്ലാമിക് ഭരണം വന്നതിന് ശേഷമാണ് ഈ ഇക്ത സിസ്റ്റം വരുന്നത്. ഗോറിയിലൂടെയാണ് ഈ ഇക്ത സിസ്റ്റം ഇന്ത്യയിലേക്ക് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദ ഓഫീസ് ഓഫ് മിർ ബക്ഷി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ഖിൽജി സുൽത്താൻസ് ഓഫ് ഡൽഹി. ഡൽഹിയിൽ ഖിൽജി സുൽത്താൻമാരുടെ ഭരണകാലത്താണ് മിർബക്ഷി എന്ന സിസ്റ്റം വന്നതെന്നാണ് പറയപ്പെടുന്നത്. സോ എന്താണ് മിർബക്ഷി? മിലിറ്ററിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയുള്ള മിലിറ്ററി ഓഫീസറിനെയാണ് നമ്മൾ മിർബക്ഷി എന്ന് വിളിക്കുന്നത്. ഓക്കെ, പക്ഷെ ഈ മിർബക്ഷി നിലവിൽ വന്നത് ഡൽഹി സുൽത്താൻമാരുടെ കാലത്തായിരുന്നില്ല, പിന്നീട് വന്ന മുഗളന്മാരുടെ കാലത്തായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് A1 only. ഓക്കെ, സോ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഡൽഹി സുൽത്താനേറ്റ് എന്ന പോർഷനിൽ നിന്നുള്ള ഫാക്ച്വൽ ആയിട്ടുള്ളതും ഒപ്പം തന്നെ അനലിറ്റിക്കലായ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് സെഷൻ.